കൊല്ലം ചിതറയിൽ യുവാവിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകം. മരിച്ച രാജേഷിന്റെ പോസ്റ്റ്മോർട്ടത്തിലാണ് കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചത്. പെൺസുഹൃത്തിന്റെ ബന്ധുക്കൾ രാജേഷിനെ മർദ്ദിച്ചെന്നാണ് സൂചന. രാജേഷും പാരിപ്പള്ളി സ്വദേശിയായ പെൺസുഹൃത്തുമാണ് ചിതറയിൽ വീട്ടിൽ താമസിച്ചിരുന്നത്. പെൺസുഹൃത്തിന്റെ ബന്ധുക്കൾ കഴിഞ്ഞ ദിവസം ഇരുവരെയും പാരിപ്പള്ളിയിലേക്ക് വിളിച്ചു വരുത്തി. പാരിപ്പള്ളിയിൽ നിന്ന് തിരികെ എത്തിയ രാജേഷിനെ അടുത്ത ദിവസം കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പിന്നാലെ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് നടന്നത് കൊലപാതകമാണെന്ന് സ്ഥിരീകരിച്ചത്. തലയോട്ടി പൊട്ടിയ നിലയിലാണ്. ശരീരത്തിന്റെ മറ്റിടങ്ങളിലും അടിയേറ്റ പാടുകളുണ്ട്. തലക്കേറ്റ ക്ഷതമാകാം മരണകാരണമെന്നാണ് പ്രാഥമിക വിവരം. കതവ് കുറ്റിയിട്ടേക്കുകയാണ്. അങ്ങനെ ഞാൻ ജന്നൽ തുറന്നു കിടന്നു. ജന്നൽ വഴി നോക്കുമ്പോഴാണ് കാല് രണ്ടും പൊക്കി വെച്ച് കൈ തലക്കിൽ വെച്ചുകൊണ്ട് കിടക്കുന്നത് കണ്ടത്. അങ്ങനെ ഞാൻ അപ്പോഴും തന്നെ അപ്പുറത്തും ഇപ്പുറത്തുമുള്ള എൻ്റെ മാവനെയും ജ്യേഷ്ഠനെയും എല്ലാവരെയും വിളിച്ച് അവരെല്ലാവരും വന്നു. അപ്പോഴത്തേക്ക് ഉടനെ തന്നെ ചിത്ര പോലീസിനെ അറിയിച്ചു. പാരിപ്പള്ളിയിൽ വെച്ച പെൺസുഹൃത്തിന്റെ ബന്ധുക്കൾ രാജേഷിനെ മർദ്ദിച്ചെന്നാണ് വിവരം. ഈ മർദ്ദനത്തിൽ രാജേഷിന്റെ തലയോട്ടി പൊട്ടിയെന്നും സംശയിക്കുന്നുണ്ട്. പെൺസുഹൃത്തിന്റെ ബന്ധുക്കളെ കേന്ദ്രീകരിച്ചു തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഇവരെ കണ്ടെത്താൻ അന്വേഷണം നടത്തിയെങ്കിലും ഇവരെല്ലാം ഒളിവിലാണ്. ചിത്ര പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പാരിപ്പള്ളി പോലീസിന് കൈമാറും. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.